പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, അടുത്തറിയാം ഉറുദു അക്ഷരങ്ങളെ. കഴിഞ്ഞ ദിവസങ്ങളിലായി ഉറുദുവിലെ ആദ്യത്തെ ചില പദങ്ങൾ, ചില അക്ഷരങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അതിൻ്റെ തുടർച്ചയായുള്ള ചില അക്ഷരങ്ങൾ കൂടി നാം ഇന്ന് പരിചയപ്പെടുകയാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത അക്ഷരമാണ് ദാൽ. കൂട്ടുകാർക്ക് പലർക്കും പരിചയമുള്ള അക്ഷരമാണ്. ഉച്ചാരണം ദ, ദി, ദു എന്ന രീതിയിലാണ് വരിക. അക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ ദാൽ. ദാല് എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. സിമ്പിളായി മുകളിൽ നിന്ന് ഇങ്ങനെ ഈ രീതിയിൽ ദാൽ എഴുതാം. ഓക്കെ കൂട്ടുകാർ, ഇതുപോലെ ദാൽ എഴുതി നോക്കൂ. ദാൽ എഴുതിയല്ലേ? ഇനി നമുക്ക് അടുത്ത അക്ഷരം പരിചയപ്പെടാം. ഓക്കെ, ഇത് ഉറുദുവിലായി ഉണ്ടാക്കിയ പുതിയ അക്ഷരമാണ്. ദാലിന് മുകളിൽ ചെറിയ ത്വ, ദാലിന് മുകളിൽ ചെറിയ ത്വാവ് ഇട്ടാൽ ഡാൽ എന്നാണ് പറയുക. ഡാൽ എന്നാണ് പറയുക. ഈ ത്വാവ് വലിപ്പം കൂടരുത്, ചെറുതായിട്ട് എഴുതുക. ആദ്യം ദാല് എഴുതുക, ദാലിന് മുകളിൽ ചെറിയ ത്വാവ് ഇടുക. ഈ രീതിയിലാണ് നമ്മൾ എന്തെഴുതുക? ഡാൽ എന്ന് എഴുതുക. ഡാൽ. ഡാൽ എന്നതിൻ്റെ ഉച്ചാരണം ഡ, ഡി, ഡു, ഡ് എന്ന രീതിയിലാണ്. ശബ്ദത്തിന് ഖനം കൂട്ടാൻ പാടില്ല. ശബ്ദത്തിന് ഊന്നൽ നൽകാനോ ശക്തി കൊടുക്കാനോ പാടില്ല. ഡ എന്നുള്ള രീതിയിൽ മാത്രമാണ് അതിൻ്റെ ശബ്ദം വരുള്ളൂ. ഓക്കെ, ഡാൽ. എല്ലാവരും ഡാലൊന്ന് ഇതുപോലെ നോക്കി എഴുതി നോക്കൂ. ഇതുപോലെ എല്ലാവരും എഴുതൂ. ഡാലിന് ശേഷമുള്ള അക്ഷരം നേരത്തെ നമ്മൾ ഇട്ടത് ത്വ ആയിരുന്നു. ത്വന് പകരം പുള്ളിയിട്ടാൽ വായിക്കുക സാൽ എന്നതാണ്. അറബി പരിചയിച്ച കൂട്ടുകാർ പലരും ലാൽ എന്ന് പറയാറുണ്ട്. ഉറുദുവിൽ ലാ എന്ന ഉച്ചാരണം ഇല്ല. ഉറുദുവിൽ ലാ എന്ന ഉച്ചാരണം ഇല്ല. അതുകൊണ്ട് തന്നെ ല എന്ന് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഉറുദുവിൽ അതിൻ്റെ ഉച്ചാരണം സ എന്ന രൂപത്തിലാണ് വരിക. ദാല് കഴിഞ്ഞാൽ ലാല് ആണ് അറബിയിൽ പറയാനുള്ളത്. എന്നാൽ ഉറുദുവിൽ സാൽ എന്നാണ് ഉച്ചരിക്കേണ്ടത്. സാൽ എന്നാണ് ഈ അക്ഷരം അറിയപ്പെടുന്നത്. ദാൽ എഴുതി ദാലിന് മുകളിൽ ഒരു പുള്ളിയിടുക. എല്ലാവരും ഇത് നോക്കി സാൽ എന്ന് എഴുതി നോക്കൂ. ഏതാണ് ഈ അക്ഷരം? റേ. റേ എന്നതാണ് ഈ അക്ഷരം. റേ എന്നെങ്ങനെ എഴുതാം? ഇതാണ് റേ. താഴോട്ട് ഇറക്കി എഴുതണം എന്നുള്ളതാണ് റേയുടെ. ഓക്കെ, റേ എന്നാവുമ്പോൾ താഴോട്ട് കുറച്ച് ഇറക്കി എഴുതുക. എല്ലാവരും റേ എന്ന് എഴുതി നോക്കൂ. അടുത്ത അക്ഷരം റേക്ക് മുകളിൽ ചെറിയ ത്വ. റേക്ക് മുകളിൽ ചെറിയ ത്വ ഇട്ടാൽ എന്ത് സംഭവിക്കും? അടേ എന്നതാണ് ഈ അക്ഷരം. അക്ഷരം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ അടേ എന്നതാണ്. അക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ അടയാണ്. റ എഴുതുക, അതിന് മുകളിൽ ചെറിയ ത്വ ഇട്ടാൽ
അട എന്നായി. റേ എഴുതുക, റേക്ക് മുകളിൽ ചെറിയ ത്വ ഇട്ടാൽ അട എന്നായി. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും അക്ഷരത്തിന് മുകളിൽ ചെറിയ ത്വ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഏതെങ്കിലും അക്ഷരത്തിന് മുകളിൽ ചെറിയ ത്വ കാണുകയാണെങ്കിൽ ഒന്നുകിൽ അത് ഡ ആയിരിക്കും, അല്ലെങ്കിൽ അത് ട ആയിരിക്കും. ട ആണെങ്കിൽ എന്തായാലും ഏതേ ഉണ്ടാവുള്ളൂ. ട എന്നാണെങ്കിൽ ഈ ട വന്നാലേ ട ആവുള്ളൂ. ഓക്കെ, ഇതുണ്ടെങ്കിൽ ഓക്കെ, ചെറിയ ത്വ കണ്ടാൽ, മുകളിൽ ചെറിയ ത്വ കണ്ടാൽ മനസ്സിലാക്കേണ്ടത് അത് ഡ എന്നോ ട എന്നോ ആയിരിക്കും. ഡ എന്നോ ട എന്നോ ആയിരിക്കും. നമ്മളിപ്പോൾ ഏതൊക്കെ പഠിച്ചു എന്ന് നോക്കാം. ഒന്ന് ടേ പഠിച്ചു. ടേ വന്നാൽ ഏതായിരിക്കും? ട എന്നതായിരിക്കും ശബ്ദം, കട്ടി കൂട്ടിയ ശബ്ദം ട. പിന്നെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ദാലിന് മുകളിൽ ചെറിയ ത്വ, അത് ഡായാണ്. ദാലിന് മുകളിൽ ചെറിയ ത്വ ഉണ്ടായാൽ അത് ഡായാണ്. പിന്നെ നമ്മളിപ്പോൾ പഠിച്ചത് റായിന് മുകളിൽ ചെറിയ ത്വ, അതും ഡ എന്ന ശബ്ദത്തിലാണ് വരിക. മനസ്സിലായല്ലോ? അപ്പം എന്തായാലും ഒരു കാര്യം ഷുവറാണ്, ഏതെങ്കിലും അക്ഷരത്തിൻ്റെ മുകളിൽ ത്വ ഉണ്ടെങ്കിൽ, ത ഉണ്ടെങ്കിൽ അത് ഡായോ ടായോ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇത് നോക്കിയിട്ട് അടേ എന്നെഴുതൂ. അടേ എന്നതാണ് ഈ അക്ഷരം. പക്ഷേ ഒരു പദത്തിൽ വരുന്ന സമയത്ത് അടേ എന്ന് പറയില്ല, അവിടെ എന്ത് പറയുള്ളൂ? ഡ, ഡി, ഡു എന്ന രീതിയിൽ തന്നെ പറയുള്ളൂ കേട്ടോ. അടുത്ത അക്ഷരം നോക്കാം. റേക്ക് മുകളിൽ ഒരു പുള്ളി. റേക്ക് മുകളിൽ ഒരു പുള്ളി. റേക്ക് മുകളിൽ ഒരു പുള്ളി ഇട്ടാൽ സേ എന്നാണ് വായിക്കുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, സേ എന്ന ഉച്ചാരണം വരുന്നത് ദാലിന് മുകളിൽ പുള്ളിയിട്ടാലും റേക്ക് മുകളിൽ പുള്ളിയിട്ടാലും സേ എന്ന ഉച്ചാരണം തന്നെയാണ് വരിക. അവിടെ സ, സി, സു എന്നൊക്കെ തന്നെയാണ് വരിക. പ്രത്യേകം ശ്രദ്ധിക്കുക, ദാലിന് മുകളിൽ പുള്ളി വന്നാലും റേക്ക് മുകളിൽ പുള്ളി വന്നാലും ഉച്ചാരണം സേ എന്ന ഉച്ചാരണമാണ് വരിക. വേഗം എഴുതൂ. റേ, റേ, റേ എന്നെങ്ങനെ എഴുതാം? റേന് മുകളിൽ 3 പുള്ളി. റേ വരുന്ന പദങ്ങൾ വളരെ കുറവാണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഈ അക്ഷരം അറിഞ്ഞിരിക്കണം. അടുത്തത്, ഇനി ഇത് ഉപയോഗിച്ച് നമ്മളിപ്പോൾ പഠിച്ച പദങ്ങളൊക്കെ അക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള പദങ്ങളാണ്. എന്താണ് ഇത് വായിക്കുക? ഒന്ന് വായിച്ചോളൂ. ദാലിന് മുകളിൽ ചെറിയ ത്വ, എന്ത് കാര്യം? ത്വ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്തായിരിക്കും? അത് ഡ എന്നായിരിക്കും അല്ലേ? ഓക്കെ, ഡർ. എന്താ വായിക്കുക? ഡർ. വേഗം ഒന്ന് എഴുതൂ. ഡർ എന്ന് എഴുതൂ. ഡർ. ഡർ എന്ന് പറഞ്ഞ അർത്ഥം പേടി എന്നാണ്. ഡർ എന്ന് പറഞ്ഞ അർത്ഥം പേടി. ഡർ, പേടി. എല്ലാവരും എഴുതു. ഡർ എന്നെഴുതൂ. ഡർ, ഡർ, പേടി. ഓക്കെ, എഴുതിയില്ലേ? മനസ്സിലായല്ലോ? അടുത്തത് നോക്കാം. ഇതെന്താ വായിക്കുക? ഏതൊക്കെ അക്ഷരങ്ങൾ? റേ, അലിഫ്, തേ. എന്താ? റേ, അലിഫ്. അലിഫ് വന്ന ഒരു അക്ഷരത്തിൻ്റെ കൂടെ അലിഫ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? അക്ഷരത്തെ നീട്ടണം. എങ്ങനെ നീട്ടാം? എന്ന ശബ്ദത്തിൽ നീട്ടണം അല്ലേ? ആകാരം കൊടുത്ത് നീട്ടണം. അപ്പം റേ എന്നതിന് അലിഫ് കൂടുമ്പോൾ രാത്ത്, രാത്ത്. രാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അറിയാലോ. രാത്ത് എന്ന് പറഞ്ഞാൽ
രാത്രി. രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ് അല്ലേ? രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണ്. അപ്പോൾ എല്ലാവരും എഴുതൂ റാത്ത്, രാത്ത്, രാത്ത് പറഞ്ഞുകൊണ്ട് എഴുതൂ കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം. എന്താ വായിക്കുക? ഏതൊക്കെയാണ് ഇതിലുള്ള അക്ഷരങ്ങൾ? ബേണ്ട്, പിന്നെയോ അലിഫുണ്ട്, വെരി ഗുഡ്, പിന്നെയോ റേണ്ട് അല്ലേ? ബേണ്ട്, അലിഫുണ്ട്, റേണ്ട്. അപ്പം ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഏതാ? റേ എന്നതാണ് നമ്മളിപ്പോൾ ഇന്ന് പഠിച്ച അക്ഷരം അല്ലേ? അപ്പോൾ ഈ ബേ, അലിഫ്, റേ എന്നെഴുതുമ്പോൾ നമ്മളെങ്ങനെ എഴുതുക? കൂട്ടി എഴുതുക അല്ലേ? ബാ, ബാർ. എന്താ വായിക്കുക? ബാർ. ബേയോടുകൂടി അലിഫ് എഴുതി, പുള്ളിയിട്ടു, റേ എഴുതി, ബാർ. ഓക്കെ, റെഡി അല്ലേ? ബാർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാവശ്യം. ഏക്ക് ബാർ, ഒരു പ്രാവശ്യം. അപ്പോൾ പ്രാവശ്യം അല്ലെങ്കിൽ തവണ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അടുത്ത് നോക്കാം. ഓക്കെ, ഇതെന്താ വായിക്കുക? ഏതൊക്കെ അക്ഷരങ്ങൾ? റേണ്ട്, അലിഫുണ്ട്, റേന് മുകളിൽ പുള്ളിയിട്ട സേണ്ട്. അപ്പോൾ എന്താ വായിക്കുക? എല്ലാവരും വായിക്കൂ. ഇങ്ങനെയായ റാവു അലിഫ് വന്ന റാവു അലിഫ് വന്നാലേ റാ, പിന്നെ ഇതെന്താ ഉള്ളത്? സെ അല്ലേ? സെ അവസാനം വരുമ്പോൾ എന്തായാലും എന്താണ്? സാന്നുമല്ല, സീന്നുമല്ല, സൂന്നുമല്ല, സ നീകാരം, സ എന്നായിരിക്കും. അപ്പം എന്തായിരിക്കും? റാസ്. എന്താ വായിക്കുക? റാസ്. റാസ് എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യം. എല്ലാവരും എഴുതിക്കോളൂ. റാസ് എന്നെഴുതൂ. റാസ്, രഹസ്യം. അടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലേതൊക്കെ അക്ഷരങ്ങളിൽ? ബേയുണ്ട്, ബേണ്ട്, ദാലുണ്ട്. ഓക്കെ, ബ ഉണ്ട്, ദാലുണ്ട് അല്ലേ? ബേയും ദാലുമാണുള്ളത്. പക്ഷെ നമ്മൾ ദാല് എഴുതുന്ന സമയത്ത് ദാല് ഒരു അക്ഷരമായി എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട് അല്ലേ? ഒരക്ഷരം, ദാല് ഒരു അക്ഷരമായിട്ട് എഴുതുകയാണെങ്കിൽ ദാല് ഇങ്ങനെ എഴുതും. ഏതെങ്കിലും പദത്തിൻ്റെ തുടക്കത്തിൽ ദാല് വരികയാണെങ്കിലും ഇങ്ങനെയാണ് എഴുതുക. ഏതെങ്കിലും ഒരു പദം എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ദാല് ആണെങ്കിൽ ഇങ്ങനെ എഴുതും. എന്നാൽ ദാല് അവസാനത്തിൽ വരികയാണെങ്കിലോ ഏതെങ്കിലും പദത്തിൻ്റെ നടുവിൽ വരികയാണെങ്കിലോ ദാല് ഇങ്ങനെ എഴുതലില്ല. അതിന് പകരം ഇങ്ങനെയാണ് എഴുതുക. എങ്ങനെ എഴുതുക? ഈ ദാല് പൂർണ്ണമാക്കാതെ ബാ എഴുതി ഇത്ര മാത്രമാണ് എഴുതുക. അപ്പോൾ ഇവിടെ ദാല് ഇത്ര മാത്രമാണ് എഴുതുക. മുഴുവനായിട്ട് എഴുതാറില്ല. അപ്പം ബാ കഴിഞ്ഞ് ഇത്ര മാത്രം, ജസ്റ്റ് ഇത്ര മാത്രമാണ് ദാല് എഴുതുക. ഓക്കെ, ഇത്ര മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഈ എഴുതുന്നത് താഴോട്ട് ഇങ്ങനെ ഇറക്കി എഴുതിയാൽ എന്തായി മാറും? റേ എന്ന അക്ഷരമായി മാറും. അക്ഷരം മാറും. ഇത്ര എഴുതുന്നതിന് പകരം ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതിയാൽ എന്തായി മാറി? റേ എന്ന അക്ഷരമായി മാറി. ഇതാണ് ബദ് എന്ന് എഴുതേണ്ടത്. ബദ് എന്ന് എഴുതേണ്ടത് ഇങ്ങനെ എഴുതിയിട്ട് ഇത്ര മാത്രം ഇടുക. ഇത്ര മാത്രം കൊടുത്താൽ മതി. എത്ര മാത്രം കൊടുത്താലേ എന്താവുള്ളൂ? ഓക്കെ, അപ്പോൾ എല്ലാവരും ബദ് എന്ന് എഴുതി നോക്കൂ. സാവകാശം എഴുതി വൃത്തിയായി എഴുതുക കേട്ടോ. ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതി ഇങ്ങനെ പോവുക, ഇങ്ങനെ എഴുതി ഇങ്ങനെ പോവുക, ഇവിടെ പുള്ളിയിടുക. ബദ് ഇത്ര മാത്രം. ബദ് എന്ന് പറഞ്ഞാൽ ചീത്ത എന്നാണ് അർത്ഥം. ചീത്ത, ദുഷിച്ച എന്നൊക്കെയാണ് അർത്ഥം. അടുത്ത് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ ഇതെന്ത് വരുന്നുണ്ട്? രണ്ടാമത്തെ അക്ഷരം റേ എന്നതാണ്. നേരത്തെ കണ്ട ദാലും റാവും തമ്മിലുള്ള വ്യത്യാസം എന്താ? റേ എന്നത് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ?
റേ എന്നത് താഴോട്ട് ഇറക്കി എഴുതുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ബേ കഴിഞ്ഞിട്ട് റേ ആവുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് ഇറക്കി എഴുതുക. ഓക്കെ, ദേക്കോ ബേ കഴിഞ്ഞിട്ടുള്ള അടുത്ത അക്ഷരം റേ എന്നാണ്. റേ കുറച്ച് ഇറക്കി എഴുതുക, അലിഫിടുക. ബുര എന്നാണ് വായിക്കുക. ബുര എന്താ വായിക്കുക? ബുര എന്നാണ് വായിക്കുക. ബുര എന്നതിൻ്റെയും ബദ് എന്നതിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ദുഷിച്ച, കേടായ എന്നൊക്കെയാണ് അർത്ഥം. ചീത്തയായ കേട്ടോ, ചീത്ത എന്നുള്ള അർത്ഥമാണ് ബുര എന്നതിൻ്റെ. അടുത്ത പദം ഇപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ പഠിച്ചത് തന്നെയാണ്. ബുര എന്ന് എഴുതിയപ്പോൾ അതിലൊരു അക്ഷരം മാത്രം മാറ്റി. എന്താ മാറ്റിയത്? റേൻ്റെ മുകളിൽ ചെറിയ തോ ഇട്ടു എന്നുള്ളതാണ്. അപ്പോൾ എന്താ വായിക്കുക? ബഡ എന്നാണ് വായിക്കുക. എന്താ വായിക്കുക? ബഡ. ഞാൻ പറഞ്ഞു, തോ ഇട്ട് കഴിഞ്ഞാൽ മുകളിൽ തോ ഉണ്ടെങ്കിൽ അക്ഷരം ഡായോ ടായോ ആയിരിക്കും അല്ലേ? ഡ എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഡ എന്നായതുകൊണ്ട് എന്താ വായിക്കുക? ബഡ. ബഡ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ അല്ലേ? വലിയ അല്ലെങ്കിൽ വലുത് എന്നാണ് അർത്ഥം. ബഡ പറഞ്ഞാൽ വലുത്. ഇതൊക്കെ നല്ല രീതിയിൽ എല്ലാവരും മനസ്സിലാക്കുക. ബാക്കി അക്ഷരങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ശുക്രിയ. ഖുദ ഹാഫിസ്.